എല്ലാവർക്കും നമസ്കാരം. കണ്ടമംഗലം മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ശ്ലോകങ്ങളാണ് ദ്വിതീയ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ. ആ ശ്ലോകത്തെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പ്രസിദ്ധമായത്. ഭഗവാൻ ബ്രഹ്മാവിന് 4 ശ്ലോകങ്ങളിലൂടെ ആ ഭാഗവത തത്വം പൂർണ്ണമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നു. ആ ബ്രഹ്മാവിൽ നിന്ന് നാരദ മഹർഷിക്ക് ആ ഭാഗവത തത്വം ലഭിക്കുന്നു. പിന്നീട് നാരദ മഹർഷിയിൽ നിന്ന് വേദവ്യാസനും, ആ വ്യാസനിൽ നിന്ന് ശ്രീശുക ബ്രഹ്മർഷിക്കും, ആ ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്ന് സൂതനിൽ നിന്ന് ശൗനകാദി മഹർഷിമാർക്കും ലഭിക്കുന്നു ആ ഭാഗവത തത്വങ്ങൾ. ഇങ്ങനെയാണ് ആ ഭാഗവതം നമ്മുടെ കൈകളിലും എത്തിച്ചേർന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ ഉള്ള ഭാഗവതം 18,000 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ളതും 335 അധ്യായങ്ങളും ഉള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഇന്ന് നമ്മൾ പാരായണമൊക്കെ ചെയ്യുന്ന ശ്രീമദ് ഭാഗവതം. അപ്പം ആ 4 ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ അതിൻ്റെ ആ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമാണ് ഈ വീഡിയോയിൽ കൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദ്വിതീയ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലാണ് ചതുശ്ലോകി ഭാഗവതം വരുന്നത്. അപ്പം നമുക്ക് ആ ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഒക്കെ നോക്കാം. 30-ാമത്തെ അധ്യായം മുതലാണ് പറയുന്നത്. 32 മുതലാണ് ചതുശ്ലോകി ഭാഗവതം ആരംഭിക്കുന്നത്. 30-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, ജ്ഞാനം പരമഗുഹ്യം മേ യദ്വിജ്ഞാനസമന്വിതം സരഹസ്യം തതംഗം ച ഗൃഹാണഗതിതം മയാ. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം യദ്വിജ്ഞാനസമന്വിതം, അനുഭവത്തോടു കൂടിയതും, പരമഗുഹ്യം അതിരഹസ്യവുമായ, മേ ജ്ഞാനം എൻ്റെ ജ്ഞാനത്തെയും, സരഹസ്യം രഹസ്യസഹിതമായ, തദംഗം ച അതിൻ്റെ ഘടകത്തെയും, മയാഗതിതം ഞാൻ പറഞ്ഞു തരാം, ഗൃഹാണ അതിനെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ, അതായത് ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോളൂ. ആ രഹസ്യം എന്താണ് എന്നുള്ളത് പറയാണ്. ഇവിടെ രഹസ്യമാണ് എന്ന് പറഞ്ഞ കാര്യം എങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്നത്? അങ്ങനെയാണ്. ഭാഗവത രഹസ്യം എന്ന് പറയുന്നത് ആ തത്വത്തെയാണ്. അത് നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി പറഞ്ഞാൽ പോലും അത് മനസ്സിലാക്കണമെങ്കിൽ സൂക്ഷ്മതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ആ രഹസ്യം നമുക്ക് വെളിവാകുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത ശ്ലോകം. യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനമസ്തു തേ മതനുഗ്രഹാത്. 31-ാമത്തെ ശ്ലോകമാണ്. അഹം യാവാൻ എനിക്ക് എത്രത്തോളം വലിപ്പമുണ്ടെന്നും, യഥാഭവ എൻ്റെ സ്വരൂപം എന്താണ് എന്നും, യദ്രൂപ ഗുണകർമ്മക എൻ്റെ ഗുണങ്ങളും കർമ്മങ്ങളും എന്തെല്ലാമാണെന്നുമുള്ള തത്വജ്ഞാനം മതനുഗ്രഹാത് എൻ്റെ അനുഗ്രഹത്താൽ, തേ അസ്തു അങ്ങേക്കുണ്ടാവട്ടെ. ആ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയാണ്, ഈ കഴിവുകളൊക്കെ അങ്ങേക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഗുരുനാഥൻ ശിഷ്യന് വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു മനോഭാവം കൂടി അനുഗ്രഹമായിട്ട് കൊടുക്കും. തനിക്കുള്ള ആ അറിവെല്ലാം തൻ്റെ ശിഷ്യനും കിട്ടട്ടെ എന്നുള്ള ഭാവം യഥാർത്ഥ ഗുരുനാഥന്മാരുണ്ടാവും. വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ മനോഭാവം കൂടി പകർന്നു നൽകും. ഇവിടെ അതാ ഭഗവാൻ വിചാരിച്ചാലാണല്ലോ നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബ്രഹ്മാവിന് ഇത് രഹസ്യം മനസ്സിലാക്കണമെന്ന് ഭഗവാൻ വിചാരിക്കണം. അല്ലാണ്ട് ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ബ്രഹ്മാവിന് മനസ്സിലായിക്കോളുന്നില്ല. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം കൂടി ഭഗവാൻ കൊടുക്കുകയാണ്. പിന്നീടാണ് ആ ചതുശ്ലോകി ഭാഗവതം ആരംഭിക്കുന്നത്. അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സദസത്പരം പശ്ചാദഹം യതേതച്ച യോ വശിഷ്യേത സോസ്മ്യഹം. അഗ്രേ അഹം ഏവ അസം, സൃഷ്ടിക്ക് മുമ്പ് പരമാത്മാവായ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൃഷ്ടിയുടെ മുന്നേ ആരേ ഉണ്ടായിരുന്നുള്ളൂ? ഈ കാണുന്ന സൃഷ്ടിയുടെ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദസത്പരം സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ച വസ്തുക്കൾ അന്യത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പശ്ചാത് അവശിഷ്യേത അഹം അസ്മി, ശേഷിക്കുന്നതും ഞാൻ തന്നെയാണ്. അതിനാൽ സൃഷ്ടിക്കും പ്രളയത്തിനും ഇടയിൽ പ്രപഞ്ചാകാരേണ തോന്നപ്പെടുന്നതും ഞാൻ തന്നെയാണ്.
ഈ സൃഷ്ടിയുടെ മുമ്പും സൃഷ്ടിക്ക് ശേഷവും നിലനിൽക്കുന്നത് എന്താണ്? ഒരേ ഒരു കാര്യമുള്ളൂ, അത് ഞാൻ. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ ശ്ലോകം. ഹൃതേർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാതമ. അർത്ഥം ഹൃതേ, ഉള്ളതായ ആത്മസ്വരൂപം മറയപ്പെടുകയും ഇല്ലാത്തതായ പ്രപഞ്ചം. യത് ആത്മനി ന പ്രതീയതേ, ഉള്ളതായി തോന്നപ്പെടുകയും ചെയ്യുന്നത്. അതായത് ഇല്ലാത്തൊരു വസ്തുവിന് ഉണ്ട് എന്ന് തോന്നുന്നത്. ആത്മന മായാം വിദ്യാൽ, അത് മായ കൊണ്ടാണ്. ഇല്ലാത്തൊരു വസ്തു ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക, അത് മായ കൊണ്ടാണ് ഉണ്ട് എന്ന് തോന്നുന്നത്. ആഭാസ യഥാ, എന്ത് പോലെ എന്നാൽ നേത്രദോഷം മൂലം 2 ചന്ദ്രന്മാരുണ്ടെന്ന് തോന്നുന്നത് പോലെ. അല്ലേ, നമ്മൾ ചന്ദ്രനൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ, അപ്പം 2 ചന്ദ്രൻ ഉണ്ട് എന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പം 2 ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ടാവുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ എന്നതുപോലെ. തമ യഥാ, രാഹു എന്ന ഒരു ഗ്രഹമുണ്ടെങ്കിലും സൂര്യനിലും ചന്ദ്രനിലും പ്രതിഫലിക്കുന്ന ഛായ കൊണ്ട് മാത്രമേ അതിനെ അറിയാൻ കഴിയുള്ളൂ. ഈ സത്യബോധത്തെ മറയ്ക്കുന്നതായ ശക്തിയാണ് മായ. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത ഒന്നിന് ഉണ്ട് എന്ന് അനുഭവത്തിൽ തോന്നിപ്പിക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് മായ എന്ന് പറയാം. യഥാർത്ഥത്തിൽ അത് ഇല്ല, പക്ഷേ അത് ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. അടുത്ത ശ്ലോകം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷുച്ചാവജേഷനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. ഉച്ചാവജേഷു, സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായ ഭൂതേഷു, ശരീരങ്ങളിൽ, മഹാന്തി ഭൂതാനി, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ, ന പ്രവിഷ്ടാനി, പ്രവേശിക്കാതെ തന്നെ, യഥാ അപ്രവിഷ്ടാനി അസി, പ്രവേശിച്ച പോലെ തോന്നപ്പെടുന്നില്ലേ, തഥാ അതുപോലെയാണ്, അഹം പരമാത്മാവായ ഞാനും, തേഷു ശ്രേഷ്ഠങ്ങളും നികൃഷ്ടങ്ങളുമായ ശരീരങ്ങളിൽ, ന പ്രവിഷ്ട പ്രവേശിക്കാതെ, പ്രവേശിച്ചവനെ പോലെ തോന്നപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. അല്ലേ, നമുക്ക് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് തോന്നുന്നത് പോലെയാണ് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച്. അപ്പോൾ ഈ ശരീരം ഒക്കെ ഞാനാണ് എന്നുള്ള തോന്നൽ, യഥാർത്ഥത്തിൽ ഈ ശരീരമല്ല ഈശ്വരൻ, പക്ഷേ ഈശ്വരനാണ് എന്നുള്ള തോന്നലല്ലേ. ഓരോന്നിലും നമ്മൾ ഈശ്വരൻ ഉണ്ട് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ സൃഷ്ടി അവിടെ മാറ്റി, അത് സ്ഥിരമായിട്ടുള്ളതല്ല. ആ സൃഷ്ടി ഇല്ലാത്ത ഒന്നാണ്. പക്ഷേ അതിൽ അന്ധകരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈശ്വരൻ അവിടെ ഉണ്ട്. ഇങ്ങനെ വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കണം. അതാണ് സൃഷ്ടിയുടെ രഹസ്യമാണ് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം. ആ സൃഷ്ടിയുടെ രഹസ്യത്തെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാലേ സൃഷ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും സൃഷ്ടി ചെയ്യുമ്പോൾ ആ സൃഷ്ടിയാണ് കേമം എന്ന് വിചാരിച്ചൊരു സൃഷ്ടി നടത്താൻ ബ്രഹ്മാവിന് സാധിക്കില്ല. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം. ഏതാവദ്ദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാ സർവത്ര സർവതാ എല്ലാറ്റിലും എപ്പോഴും, അന്വയവ്യതിരേകാഭ്യാം അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും, യസ്യാ തദേവ ആത്മാ ഇരിക്കുന്നതാണ് ആത്മസ്വരൂപം. ആത്മന ആത്മാവിൻ്റെ, തത്വജിജ്ഞാസുന തത്വത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഏതാവത് ഏവ ഇത് മാത്രമേ ജിജ്ഞാസ്യം അറിയേണ്ടതായിട്ടുള്ളൂ. ഇനി അവസാനത്തെ ഒരു ശ്ലോകം, 4 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു ശ്ലോകമുണ്ട്. ഏതന്മതം സമാതിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കരിഹിചിത്. ഏതത് മതം, ഞാൻ ഉപദേശിച്ച ഈ ജ്ഞാനം, ഭവാൻ അങ്ങ്, പരമേണ സമാധിന സമാധിയിലൂടെ, സമാതിഷ്ഠ അനുഭവസ്വരൂപമാക്കി തീർക്കൂ. കൽപ്പവികൽപ്പേഷു എന്നാൽ കൽപ്പത്തിലും പ്രളയത്തിലും, കരിഹിജിൽ ഒരു കാലത്തും അങ്ങ്, ന വിമുഹ്യതി അജ്ഞാനം കൊണ്ട് മോഹിക്കില്ല. അല്ലേ, ആ മോഹം വരുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ടാണ്. എന്തെങ്കിലും ഇങ്ങനെ, അതാണ് അതിലേക്കൊരു ആഗ്രഹം, മോഹം വരിക. പക്ഷേ അത് ഉണ്ടാവരുത്. ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം. ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്.
ചതുശ്ലോകി ഭാഗവതം. ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ഭാഗവതം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ. ഇതിൻ്റെ വിസ്തരിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് വിസ്തരിക്കുന്നതാണ് ഈ 18,000 ശ്ലോകങ്ങളിലും 335 അധ്യായങ്ങളിലായിട്ട് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് ഈ 4 ശ്ലോകങ്ങളിൽ ഇതിലുള്ള എല്ലാത്തിൻ്റെയും ആ അന്തസത്ത അല്ലെങ്കിൽ ആ സത്ത് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ 4 ശ്ലോകങ്ങളിലൂടെ. ആ ഭഗവാൻ ബ്രഹ്മാവിന് ഈ 4 ശ്ലോകങ്ങളിലാണ് ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ അതിൽ സംശയങ്ങൾ കൂടി വന്നപ്പോഴേക്ക് 18,000 ശ്ലോകങ്ങളായി. ഇപ്പം ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശ്ലോകങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. അത്രയും ശ്ലോകങ്ങളുടെ എണ്ണം കൂടും. അപ്പം എന്താ കാരണം? നമുക്ക് ആ യഥാർത്ഥ ജ്ഞാനം മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പം എന്തായാലും ഈ ജ്ഞാനമെല്ലാം മനസ്സിലാക്കുക, അറിവ് സമ്പാദിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഭാഗവതമായിട്ട് ബന്ധപ്പെട്ടതും ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്നും നിങ്ങളുടെ സംശയങ്ങളും അറിവുകളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത്, കാരണം അത് യൂട്യൂബിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അൽഗോരിതമൊക്കെ പ്രവർത്തിക്കണം. അപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യുക. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്കാരം.